So good morning everyone. So today we are discussing about different types of inverters. So in the single phase inverter there is three classification: half bridge inverter, full bridge inverter, push pull inverter. Actually ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾ വേറെ എഴുതിയെടുത്ത് പഠിക്കൊന്നും വേണ്ട. ഈ വീഡിയോ ലെക്ചർ കേൾക്കുമ്പോൾ അപ്പം തന്നെ പഠിച്ചിട്ട് പോവുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണിത് ഇതൊക്കെ. ഓക്കെ, സോ സിംഗിൾ ഫേസ് ഇൻവേർട്ടറിൽ മൂന്ന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്: ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ, ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ ആൻഡ് പുഷ് പുൾ ഇൻവെർട്ടർ. നമ്മൾ DC കൺവെർട്ടർ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇവിടെ സിംഗിൾ ഫേസ് ഇൻവെർട്ടറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. ഹാഫ് ബ്രിഡ്ജ് ഇൻവെർട്ടർ, പുഷ് പുൾ ഇൻവെർട്ടർ ആൻഡ് ഫുൾ ബ്രിഡ്ജ് ഇൻവെർട്ടർ. മൂന്ന് ടൈപ്പ് classification. Okay, so first one is half bridge inverter. In half bridge inverter you can see two transistor will be there, T1 and T2 used as switching device. Switch it can be either MOSFET, GTO, SCR or IGBT. Okay, but രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ, ഈ രണ്ട് സ്വിച്ച് can be either MOSFET, GTO, SCR or IGBT. Okay, നാലില് ഏതെങ്കിലും ആവാം. Okay, so രണ്ട് switching devices will be there, T1 and T2. Okay, and you can see here load is connected here. It is an resistive load connected here, and you can see here two voltage sources, Vs/2, Vs/2. Actually ഇത് voltage source അല്ല, നിങ്ങൾ ഓൾറെഡി നമ്മുടെ ഇതിൽ നമ്മളെ DC ഹാഫ് ബ്രിഡ്ജ് DC കൺവെർട്ടർ പഠിച്ചപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതായത് ഇവിടെ ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ടായിരുന്നു. ആ വോൾട്ടേജ് സോഴ്സ് VS, ആ വോൾട്ടേജ് സോഴ്സ് VS ആണ്, ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ് VS ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്താ രണ്ട് കപ്പാസിറ്റർ ആയിരുന്നു വെച്ചിരുന്നത്. ഓക്കെ, രണ്ട് കപ്പാസിറ്റർ which will be dividing that voltage into two equal halves, Vs/2, Vs/2. ഓക്കെ, ആ സിമിലർ അറേഞ്ച്മെന്റ് ആണ് ഇവിടെയുള്ളത്. രണ്ട് കപ്പാസിറ്റർ തന്നെയാണ്, പക്ഷേ ആ കപ്പാസിറ്റർ എന്താണ് ഈക്വൽ ആയിട്ട് വോൾട്ടേജ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് കൊണ്ടാണ് ഈ വോൾട്ടേജ് സോഴ്സ് റെപ്രസെന്റ് ചെയ്യാതെ ഇവിടെ നമ്മൾ ഈ കപ്പാസിറ്ററിനെ തന്നെ ഒരു വോൾട്ടേജ് സോഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്ത് ഈക്വൽ ആയിട്ടുള്ള സെയിം വോൾട്ടേജ് VS/2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്ച്വൽ സർക്യൂട്ട് ഇങ്ങനെയാണ്. അതായത് VS ഇൻപുട്ട് വോൾട്ടേജ് സോഴ്സ്, രണ്ട് കപ്പാസിറ്റർ ഉണ്ട്, ആ കപ്പാസിറ്റർ വിച്ച് വിൽ ബി ഡിവൈഡിങ് ദാറ്റ് വോൾട്ടേജ് ഇൻടു ടു ഈക്വൽ ഓഫ് VS/2. Okay, and here you can see load is connected there. In DC converter you might have seen there it will be having a means primary side. ഈ ലോഡ് വെച്ചെടുത്തായിരുന്നു നമ്മുടെ DC കൺവെർട്ടറിൽ primary side ഉണ്ടായിരുന്നത്. Okay, so almost same circuit arrangement here. Okay, so here we are having a capacitor, two capacitor which will be dividing into voltage, input voltage VS2, Vs/2 and Vs/2. So how this and here also I have told now switches will be there. It can be either MOSFET, GTO, SCR or IGBT. Okay, and by using certain PWM techniques we can turn on and turn off these two switches, not simultaneously at different time intervals. Okay, so if you are taking here we can say from 0 to T/2 time transistor T1 will be turned on, and then it will be turned off from T/2 to T, and the transistor T2 will be turned on during T/2 to T time. Okay, so now we can see how this circuit is going to work. Okay, so here you can see from 0 to T/2 transistor T1 is turned on. T1 is turned on using certain PWM techniques, and T2 is turned off. T1 is turned on, T2 is turned off. അപ്പോൾ നോക്കുക, നിങ്ങൾ ഈ ഒരു വോൾട്ടേജ് സോഴ്സ് ഈ സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ആയി. എന്താ കാരണം? ഇവിടെ T2 ടേൺഡ് ഓഫ് ആണ്. ഈ ഒരു വോൾട്ടേജ് സോഴ്സ് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ വോൾട്ടേജ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഓക്കെ, Vs/2. സോ ഇത് ടേൺ ഓൺ ആയ സമയത്ത്, T1 ടേൺ ഓൺ ആയ സമയത്ത് ഇവിടെയുള്ള കറണ്ടിന്റെ പാത്ത് എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും കറണ്ടിന്റെ പാത്ത്. പോസിറ്റീവ് ഇവിടെ വരും, നെഗറ്റീവ് ഇവിടെ വരും. അപ്പം അക്രോസ് ദിസ് ലോഡ്, resistive load will be having a positive and a negative here, and current will be flowing like this. Okay, so ഈ ഒരു ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. അതായത് ഇവിടെ T1 ഓൺ ആവുന്നു, T2 ഓഫ് ആവുന്ന സമയത്ത്. ഓക്കെ, സോ നെക്സ്റ്റ് കേസ് ഫ്രം T/2 to T, T1 is turned off and T2 is turned on.
ആ കേസിൽ നോക്കുക, ഈ ഒരു വോൾട്ടേജ് സോഴ്സ്, അതായത് ഈ ഒരു കപ്പാസിറ്റർ ഈ സർക്യൂട്ടിൽ നിന്ന് ഡിസ്കണക്ട് ആയിരിക്കുകയാണ്. This will be active here. So here you can see current will be flowing like this. Positive is connected here, and positive will be coming here, and negative will be coming here. So current will be flowing here. So when compared to that previous case, current is flowing like this, plus here, minus here. Now here you can see plus here, minus here. So it is in opposite direction. So we will be getting an output waveform like, we'll be getting initially we'll be having let it be a positive side, and then in the second half cycle we will be getting output voltage like this. So initially we are getting Vs by 2. Now we are getting minus Vs by 2, opposite direction, so minus Vs by 2 voltage. Okay, so we will be getting a waveform like this. Understood? Okay, മനസ്സിലായില്ലേ? രണ്ട് ഡയറക്ഷനിലും നമുക്ക് waveform കിട്ടുകയാണ്. So this is the different waveforms shown here. 1 second. Okay, this is the different waveforms shown here. Here you can see base drive transistor T1 in the 0 to T by 2 time transistor T1 on ആയി. അപ്പോൾ അതിൻ്റെ ബേസ് ഡ്രൈവിലുള്ള കറണ്ടാണ് ഈ കാണിക്കുന്നത്. Then ആ സമയത്തുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി VD, total voltage, initial voltage കൊടുക്കുന്ന VD ആണെന്ന് വിചാരിച്ചു. അപ്പോൾ output voltage will be VD by 2, because the total initial voltage VD is splitting into 2 equal half by using 2 capacitors. So output voltage VD by 2 വരും എപ്പം ട്രാൻസിസ്റ്റർ T1 ഓൺ ആവുന്ന സമയത്ത്. Then output current will be, current means V by R. അപ്പോൾ നമുക്ക് അവിടെ വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ VD by 2 ആണ്. അപ്പോൾ VD by 2R അതായിരിക്കും output current I0. And current through transistor T1 will be same only, VD by 2R, because at that time switch T1 is on, T2 is off. So across T2 no current will be flowing. Current will be flowing across that transistor T1 only. So it will be same output current VD by 2R. Okay. Now in the second case you can see transistor T1 is turned off and T2 is turned on. So base drive of T2 will be having a current IB2, and similarly voltage will be having minus V by 2, because it will be, voltage will be induced in opposite direction, so it will be minus VD by 2, and current also will be in opposite direction. Output current will be minus VD by 2R, and also current through T1 is off, so no current will be flowing across that. Then current through T2 will be VD by 2R. Okay, so this is the different scenarios of output waveforms. Understood now? This is very simple. Okay, now actually this we have already discussed. Transistor T1 conducts from 0 to T by 2, hence output voltage will be positive and is positive Vs by 2, and then transistor T2 will be conducting from T by 2 to T, hence output voltage is negative, and it is negative Vs by 2. Okay, and also output voltage of the inverter is a square wave. So this is that same circuit arrangement. Here you can see Vs by 2, two capacitor, input voltage also Vs, and here two freewheeling diodes are placed, because if previously we have seen different loads for resistive loads only. So in case of inductive load is there, we should have a two freewheeling diodes, so that what all the inductor charge, it should be getting discharged through the freewheeling diodes. So this is a circuit diagram for resistive and inductive load. So inductor, if it is charged, means it should be discharged. For that only we have kept this diode D1 and D2. Okay, so here you can see instead of transistor, here we have used IGBT. Okay, IGBT switch. I told na, it can be MOSFET, IGBT, SCR, or anything switches can be. So here also you can see that voltage will be varying from Vs by 2 to minus Vs by 2. Peak to peak is Vs, peak to peak voltage is Vs, and current also Vs by 2R, and through transistor Q1 and transistor Q2 will be Vs by 2R. All things we have discussed. So this is all about half bridge inverters. Now coming to full bridge inverters, it will be having 4 transistors and 4 diodes. Previously in half bridge inverter we are having only
two transistor, and in case of inductive loads, if there is an inductive load is there, we will be having two diodes. So in the case of full bridge inverter, we are having four transistor and four diodes, and the major function of these diodes are we know already that diodes are required for feedback when load is inductive. That is, when load is inductive, the charged inductor should be discharged. So for discharging, there should be a path. For that path, we are using freewheeling diodes. So if load is inductive, there is a requirement of diode for providing feedback or freewheeling path. Okay, and when load is resistive, the diode doesn't carry any current. When load is resistive, diode is not required. Okay, so main advantage of full bridge over half bridge is that output voltage is 2 times the input voltage. Output voltage will be 2 times the input voltage. That is, if you are providing an input voltage Vs, output voltage will be 2 times Vs. Okay, but in case of half bridge, you can see, if you are providing an input voltage Vs, output voltage will be also Vs. Peak to peak will be Vs. But in case of full bridge, it will be Vs plus Vs, it will be 2 Vs. Okay, and output power is 4 times when compared to half bridge inverter. So this is the major advantage of full bridge inverter over half bridge inverter. Now this is the circuit arrangement for full bridge inverter. You can see input Vs is connected here, and 4 transistors are there. This transistor denotation you have to be clear. That is T1, T2, T3, T4. T1, T2, T3, T4. And also ഈ രണ്ട് സൈഡിലുള്ള ട്രാൻസിസ്റ്റർ ഷുഡ് നോട്ട് ബി ടേൺഡ് ഓൺ സൈമിൾട്ടേനിയസ്ലി. ഈ രണ്ട് ട്രാൻസിസ്റ്ററും സൈമിൾട്ടേനിയസ്ലി ടേൺ ഓൺ ചെയ്യാൻ പാടില്ല. നമ്മൾ DC കൺവേർട്ടറിൽ സെയിം തിങ് പറഞ്ഞിട്ടുണ്ട്. T1 ഉം T4 ഉം സൈമിൾട്ടേനിയസ്ലി ടേൺ ഓൺ ചെയ്യാൻ പാടില്ല. അതുപോലെ T3 ഉം T2 ഉം സൈമിൾട്ടേനിയസ്ലി ടേൺ ഓൺ ചെയ്യാൻ പാടില്ല. എങ്ങനെയാണ് നമ്മൾ ടേൺ ഓൺ ചെയ്യുന്നത്? T1 and T2 will be turned on simultaneously, then T3 and T4 will be turned on simultaneously. Okay, T1 ഉം T2 ഉം ഒരുമിച്ച് ടേൺ ഓൺ ചെയ്യും, then T3 and T4 ഒരുമിച്ച് turn on ചെയ്യും. And also freewheeling diodes also provided here in case of load is inductive. D1, D2, D3, D4. Similarly, like transistor denotation, D1 for T1, D2 for T2, D3 for T3, then D4 for T4. Okay, so this is the load. So this is the full bridge circuit arrangement. Now we can see how it is working. So I have told transistor T1 and T2 will be turned on simultaneously. At that time, T3 and T4 will be off. So if load is resistive, initially we will assume that load is resistive. At that time, first transistor T1 and T2 is turned on, T3 and T4 is turned off. At that case, how the current will be flowing? You can see positive here, negative here. So it will be flowing like this. Positive in load side, positive will be here and negative will be here, and the circuit will be completely like this. From positive side of Vs, then transistor T1 load, then transistor T2, then coming to the negative of the supply. So the path will be establishing like this, and the load polarity will be like plus minus. So this is from 0 to T/2 when transistor T1 and T2 is turned on for resistive load. Now in the second case, what will be happening? T1 and T2 is turned off, then T3 and T4 is turned on. T3 and T4 turned on ആയി. ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നോക്കുക. പാത്ത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന? പോസിറ്റീവ് ഇവിടെയാണ്, പോസിറ്റീവ്, then T3 is turned on, so positive will be coming in this side of load, then negative is coming this side of load, and transistor T4 is turned on, so the circuit will be completely like this. So positive side of Vs, then transistor T3 load, then transistor T4, then the negative of Vs. So path will be established like this, current will be flowing like this. So across load, initially current flowed in this direction, now current is flowing in this direction, so the polarity also reversed. Okay, so when T3 and T4 and T3 is on, output voltage across load is minus Vs. Initially we are having plus Vs, now we are having minus Vs. Okay, so the transistor T1 and T2 conduct from 0 to T/2. The output voltage is positive Vs. Output voltage is positive Vs. At T/2, transistor T1 and T2 are turned off. Transistor T3 and T4 conduct from T/2 to T. So the voltage is negative Vs. Initially we are having plus Vs. Then in the second half cycle we are having negative Vs. So if we are taking peak to peak, we are having Vs plus Vs, that is 2 Vs. Okay.
Vs plus Vs, that is 2Vs. So this is also a full bridge inverter, similarly like with an IGBT transistors, same only. Okay, so across AB you can see the output voltage will be Vs in case of first cycle from 0 to T by 2, then from T by 2 to T it is minus Vs. So same only. Now in the case of inductive load, in the case of resistive and inductive loads, what will be happening? So initially when T1 and T1 in T2 is turned on, what will be happening? The current will be flowing like this in this path from Vs to T1, then plus here, minus here, then across T2, then to minus Vs. So like that only the current will be flowing. So when T1 and T2 is turned on, like that only current will be flowing from Vs, then T1, then plus minus of this load, then T2, then to minus Vs. So when T1 and T2 is turned on, then when T1 and T2 is turned off at T by 2 time, what will be happening? The inductor will be charged here. It have to be discharged. So when T1 and T2 is turned off, at that time the inductor will be reversing its polarity. Plus will be coming here and minus will be coming here. Due to this plus here, this diode will be short circuited, and due to minus here, this diode will be short circuited here. So what will be happening? This diode D3 and diode D4 will be conducting, and a path will be formed like this. So in this path, this what all the charge stored in the inductor, it will be discharging in this path. Okay, so the current present here will not flow back to the transistor, so that it will be getting destroyed. അതായത് ഈ ഒരു കേസിൽ ഇൻഡക്ടർ ലോഡ് ആവുന്ന സമയത്ത് നമ്മൾ ഡയോഡ് വെച്ചിട്ടില്ലെങ്കിൽ ഈ കറണ്ട്, ഇവിടെയുള്ള കറണ്ട് തിരിച്ച് ഈ സർക്യൂട്ടിലേക്ക്, ഈ ഒരു ട്രാൻസിസ്റ്റർ സർക്യൂട്ടിലേക്ക് വരും. നമ്മുടെ ട്രാൻസിസ്റ്റർ എന്താവും? ബേൺ ഓഫ് ആവും. ആ ഒരു കേസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഫ്രീ വീലിംഗ് ഡയോഡ്സ് വെച്ചിരിക്കുന്നത്. സോ ഇൻ ദിസ് കേസ് when T1 and T2 is turned off, the inductor will be reversing its polarity. Initially plus minus ആണ് ഇരുന്നത് when T1 and T2 is turned on. So turned off ആയ സമയത്ത് ഇൻഡക്ടറിന്റെ പൊളാരിറ്റി ഇവിടെ റിവേഴ്സ് ആവും, പ്ലസ് മൈനസ് ആവും. ആ സമയത്ത് ഈ പ്ലസ് ഉള്ളത് കൊണ്ട് ഇവിടെയുള്ള D3 എന്ന് പറയുന്ന ഫ്രീ വീലിംഗ് ഡയോഡ് will be conducting. Here minus ആയതുകൊണ്ട് D4 എന്ന് പറഞ്ഞ ഫ്രീ വീലിംഗ് ഡയോഡ് will be conducting. So because of that, a path is provided here and it will be discharging across that. So for inductive load, when T1 and T2 is on, inductor gets initially charged to plus Vs, and when T1 and T2 is turned off, inductor reverses its polarity and gets discharged to the freewheeling diode D4 and D3. Understood? Very, very simple. Okay. Now second case എന്താ? T4 ഉം T3 ഉം ടേൺ ഓൺ ആവുന്ന സമയത്ത്, T4 ഉം T3 ഉം ടേൺ ഓൺ ആവുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? അതായത് നമുക്ക് ഒരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. അതായത് പ്ലസ് Vsൽ നിന്ന് T3 ഓൺ ആണ്, ഇൻഡക്ടർ ദെൻ ഇവിടെ ലോഡിന് അക്രോസ് പ്ലസും മൈനസും വരികയാണ്. ദെൻ അക്രോസ് T4 ഇറ്റ് വിൽ ബി കമ്മിങ് ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ടു ദ നെഗറ്റീവ് ഓഫ് ദ സപ്ലൈ, ഈ ഒരു ഡയറക്ഷൻ. സോ ഇവിടെ ലോഡിന്റെ അക്രോസ് പ്ലസ് ഇവിടെ ആയിരിക്കും, മൈനസ് ഇവിടെ ആയിരിക്കും. സോ ആ ഒരു കേസിൽ T3 ഉം T4 ഉം ടേൺ ഓൺ ആവുന്ന സമയത്ത് ഇൻഡക്ടർ വിൽ ബി ഓൾറെഡി ചാർജ്, അത് ഡിസ്ചാർജ് ആവണം. എങ്ങനെ ഡിസ്ചാർജ് ആവും? T3 ഉം T4 ഉം ടേൺ ഓഫ് ആവുന്ന സമയത്ത് ഇനീഷ്യലി ഇൻഡക്ടർ ചാർജ് ലൈക്ക് ദിസ്, പ്ലസ് മൈനസ്. ടേൺ ഓഫ് ആക്കുന്ന സമയത്ത് എന്തെയും? ഇൻഡക്ടറിന്റെ പോളാരിറ്റി മാറും. അതായത് പ്ലസ് എവിടെയാവും, മൈനസ് എവിടെയാവും. ആ സമയത്ത് ഈ ഒരു മൈനസ് വന്ന് ഈ D2 എന്ന് പറയുന്ന ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയാസ്. D2 എന്ന് പറയുന്ന ഡയോഡ് വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ്. ആൻഡ് ഇവിടെ പ്ലസ് ആവുന്ന സമയത്ത് ഈ D1 എന്ന് പറയുന്ന ഡയോഡ് വിൽ ബി ഫോർവേഡ് ബയസ്. അതായത് D1 എന്ന് പറയുന്ന ഡയോഡ് വിൽ ബി ഷോർട്ട് സർക്യൂട്ടഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഡിസ്ചാർജിങ് ഇൻ ദിസ് പാത്ത് and it will be discharging in this path. Okay, so the inductor, charged inductor will be discharging at that time. So for inductive load, when T3 and T4 is on, inductor will be initially charged to minus Vs. Okay, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ. And when T1, not T1, T3 and T4, അയ്യോ ഇവിടെ മാറിപ്പോയാണ് കേട്ടോ, T3 and T4 is turned off, inductor reverses its polarity and gets discharged through the freewheeling diode D1 and
D2. ഈ D1 ഉം D2 ഉം പറഞ്ഞ ഡയോഡിന് അക്രോസ് ഇൻഡക്ടർ will be discharging. Okay, understood? So this is how the full bridge inverter will be working. So here you can see 0 to T by 2 രണ്ട് ട്രാൻസിസ്റ്റർ IG1, അതായത് ഇപ്പം IGBT ആണെങ്കിൽ IG1 ആൻഡ് IG2. 1 ഇവിടെ നേരത്തെ നമ്മൾ കണ്ടില്ലേ, ഫിഗറിൽ കണ്ട പോലെ T1 ഉം T2 ഉം ടേൺ ഓൺ ആകുന്ന സമയത്ത് നമുക്ക് അതിന് അക്രോസ് ഉള്ള കറണ്ട് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. IG1 ആൻഡ് IG2 ബോത്ത് വിൽ ബി സെയിം. ദെൻ T by 2 to T, IG3, IG4 will be turned on. Then similarly T to T, 3T by 2, IG1, IG2 will be again turned on. Then 3T by 2 to 2T, like that this cycle will be going on. So this will be the current voltage and current waveform for resistive load. Resistive load ഉള്ളതാണ് ഇത് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് വോൾട്ടേജിന്റെ കേസ് നമ്മൾ പറഞ്ഞിരിക്കുന്നല്ലോ, ആദ്യത്തെ കേസിൽ T1 ഉം T2 ഉം ടേൺ ഓൺ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി പ്ലസ് വി അല്ലെങ്കിൽ പ്ലസ് വി എസ്. ഓക്കെ, കറണ്ട് വിൽ ബി ഐസ് ഈക്വൽ ടു വി ബൈ ആർ, അതായത് വി ബൈ ആർ ആയിരിക്കും കറണ്ട്. ഓക്കെ, അതാണ് ഈ കറണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ദെൻ സെക്കൻഡ് ഹാഫ് സൈക്കിളിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സംഭവം എന്താ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ആ സമയത്ത് ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി മൈനസ് വി, ഔട്ട്പുട്ട് വോൾട്ടേജ് വിൽ ബി മൈനസ് വി ആൻഡ് കറണ്ട് വിൽ ബി മൈനസ് വി ബൈ ആർ. കറണ്ട് വിൽ ബി മൈനസ് വി ബൈ ആർ. ആ സമയത്ത് S3 ആൻഡ് S4, S3 S4 എന്ന് പറഞ്ഞാൽ T3 ഉം T4 ടേൺ ഓൺ ആവുന്ന സമയത്ത്. ഓക്കെ, സിമിലർലി ഇൻ ദ കേസ് ഓഫ് resistive inductive load, current will be increasing like this from minus I0 to plus I0, then from I0 to minus I0 it will be charging, like that it will be charging and discharging. Current waveform is this, and voltage waveform similar as we have seen in this resistive load. So this is about full bridge inverter. Now coming to the push pull inverter. ഇവിടെ എന്താ, ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടോ, a switching converter that uses transformer to change voltage of DC power supply. അതായത് ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടാവും. ഈ ട്രാൻസ്ഫോമറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് റിക്വയർസ് എ ട്രാൻസ്ഫോം വിത്ത് സെൻട്രൽ ടാപ്ഡ് പ്രൈമറി. ഈ പ്രൈമറി സൈഡിൽ will be center trapped. In primary side will be having 2 windings and secondary side will be having 1 winding only. Primary side ൽ 2 winding ഉണ്ടാവും, അത് തന്നെ സെൻട്രൽ ടാപ്ഡ് ആയിരിക്കും. ഓക്കെ, സെക്കൻഡറി സൈഡിൽ ഒരു വൈൻഡിങ് മാത്രമേ ഉള്ളൂ. Here you can see two MOSFET, and here by using certain PWM techniques we will be turning on and turning off these two MOSFETs. Okay, here you can see രണ്ട് ഡ്രെയിനും, ഇതിന്റെ രണ്ട് ഡ്രെയിനും മീൻസ് രണ്ട് MOSFETന്റെ ഡ്രെയിനും we have connected to this primary side of the transformer, and both the source of this MOSFET is shorted and it is connected to the ground. Okay, and also നമ്മൾ പറഞ്ഞല്ലോ ഒരു സെൻറ്റർ ടാപ്ഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ സെൻറ്റർ ടാപ്ഡ് ഇറ്റ് വിൽ ബി കണക്ടിങ് ടു എ പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ്. ഇറ്റ് വിൽ ബി കണക്ടിങ് ടു എ പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് നമ്മളിവിടെ കൊടുക്കുക ഈ സെൻറ്റർ ടാപ്പിലാണ് എ പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ്. ആൻഡ് രണ്ട് സോഴ്സും ഈ എന്താ പറയുക, നമ്മുടെ ഈ രണ്ട് മോസ്ഫെറ്റിന്റെ സോഴ്സും ഷോർട്ട് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി കണക്ടിങ് ടു ഗ്രൗണ്ട്. സോ ഹിയർ പോസിറ്റീവ് വോൾട്ടേജ് വിൽ ബി സപ്ലൈങ് ഹിയർ, ആൻഡ് രണ്ട് സോഴ്സും ഇവിടെ ഷോർട്ട് ചെയ്തിട്ട് നമ്മളൊരു ഗ്രൗണ്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഇതിന്റെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, സോ പ്രൈമറി സൈഡ് ട്രാൻസ്ഫോമർ ഉണ്ടാവും ഇവിടെ, ഇതിന്റെ പ്രൈമറി സൈഡ് വിൽ ബി സെൻറ്റർ ടാപ്ഡ്. ആ സെൻറ്റർ ടാപ്പ് ചെയ്ത് അവിടെ നമ്മൾ പോസിറ്റീവ് സൈഡ് ഓഫ് ദ സപ്ലൈ നമ്മൾ അവിടെയാണ് കൊടുക്കുന്നത്, ഈ സെൻറ്റർ ടാപ്ഡ് അവിടെ. ദെൻ അതിന്റെ രണ്ട് അതർ ടെർമിനൽസ് വിൽ ബി കണക്റ്റഡ് ടു ദ ഡ്രെയിൻ ഓഫ് ദ ടു MOSFET, and secondary side only 1 winding will be there, primary side 2 winding will be there. Okay, so primary side 2 winding will be there, 3 terminals will be there. In that 3 terminals center tapped terminal is connected to a positive supply voltage, and the other 2 terminals are connected to the drain of the 2 MOSFET. Okay, so secondary side 1 winding 2 terminals, primary side 2 winding 3 terminal. ആ 3 ടെർമിനൽ പറഞ്ഞല്ലോ, ഒന്ന് സെൻറ്റർ ടാപ്ഡ്, ഓക്കെ, പോസിറ്റീവ് സപ്ലൈ വോൾട്ടേജ് കൊടുക്കും, സെൻറ്റർ ടാപ്ഡ് പോസിറ്റീവ് സപ്ലൈ കൊടുക്കും. അതർ 2 ടെർമിനൽസ് കണക്റ്റഡ് ടു ദ ഡ്രെയിൻ ഓഫ് ദ 2 MOSFET. സെക്കൻഡറി സൈഡിൽ രണ്ട് ടെർമിനലാണുള്ളത്, ഒരു വൈൻഡിങ്ങേ ഉള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 terminal of primary is connected to drain of the first MOSFET, second terminal center tapped, and third terminal to the
second MOSFET drain. Then source terminal of two MOSFET are interconnected and grounded. End source goody interconnected and it is grounded. Gate terminals are connected to controllers. Gate terminals are connected to controllers, and by using certain PWM techniques we will be turning on and turning off those two MOSFETs. Okay. MOSFET are alternately switched on and off, periodically reversing the current in the transformer. അതായത് MOSFET alternately turn on turn off ചെയ്യുന്നതിനനുസരിച്ച് current in the transformer will be reversed. Center terminal is connected to a positive supply. Already we have seen. So now coming to the operation, here you can see this is the polarity. Both side, primary side, secondary side, polarity will be same. Polarity will be same. Okay. Dot will be same. So polarity will be same. So here you can see when M1 is turned on. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഓൾറെഡി പോസിറ്റീവ് സൈഡ് ഓഫ് ദ സപ്ലൈ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ സെൻട്രൽ ടാപ്ഡ് സൈഡിൽ ഇറ്റ് വിൽ ബി കമ്മിങ് പോസിറ്റീവ്. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ഓഫ് ദ സപ്ലൈ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സെൻട്രൽ ടാപ്പിന് ഈ ഒരു സൈഡിൽ ഇറ്റ് വിൽ ബി കമ്മിങ് ആസ് പോസിറ്റീവ്. ആൻഡ് വെൻ okay, now when the M1 is turned on, ഈ ഒരു MOSFET M1 turn on ആകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ M1 കണക്ട് ചെയ്തിരിക്കുന്ന ഈ സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്രൗണ്ട് ആണല്ലോ. സോ ഈ ഗ്രൗണ്ട് തന്നെ എവിടെ വരും? ഈ ഒരു സൈഡിൽ വരും. ഈ ഒരു സൈഡ് വരും. ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ നെഗറ്റീവ് പോളാരിറ്റി. അതായത് പോസിറ്റീവ് പോളാരിറ്റി ഇവിടെ ആക്ട് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് പോളാരിറ്റി ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യും. സോ പാത്ത് വിൽ ബി ലൈക്ക് ദിസ്. like this, അതായത് ഇങ്ങനെ പോസിറ്റീവ് then നെഗറ്റീവ്, പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ഇവിടെ. So same thing will be inducing across the secondary side of the transformer. Okay, plus minus ഇവിടെയും plus minus ആയിരിക്കും. Okay, so when M1 is turned on, negative voltage is induced on top of the primary winding and positive voltage at the center tapped winding. Positive voltage at the center tap winding and negative voltage as the top half of the primary winding in negative varum, resulting in negative voltage across secondary side, minus plus. Okay, now second case M1 turned off M2 turned on M1 turned off, M2 turned on ആകുന്ന സമയത്ത് what will be happening? ഈ സർക്യൂട്ട് ഇവിടെ ഡിസ്കണക്ട് ആയി ഇരിക്കും. സോഴ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ സോഴ്സിലൂടെ ഈ ഒരു M2 ഇവിടെയാണ്, ഈ എൻഡ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ പോസിറ്റീവ് വിൽ ബി പോസിറ്റീവ് ഇവിടെ എന്താ ഈ സെൻട്രൽ ടാപ്പിന്റെ സൈഡിൽ ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുക്കുന്നു. പോസിറ്റീവ് വിൽ ബി ഇൻഡ്യൂസിങ് ഹിയർ ആൻഡ് നെഗറ്റീവ് വിൽ ബി inducing here. Negative voltage will be inducing here. So the secondary side will be having that same polarity plus minus. So a positive voltage is induced across the secondary. So when M2 is on, negative voltage is induced on bottom half of the primary winding and positive voltage is at the center tapped winding. Negative voltage at the bottom half of the secondary is primary winding. Sorry, bottom half of the primary winding. അതായത് ടോപ്പ് ഹാഫ് ഇവിടെ, ബോട്ടം ഹാഫിൽ ഇവിടെ ഒരു നെഗറ്റീവ് വോൾട്ടേജ്. അതായത് ഇവിടെ എന്താ ഈ സോഴ്സ് തന്നെയാണ് ഇവിടെ വരുന്നത്, ഗ്രൗണ്ട് ചെയ്ത സോഴ്സ് ആണ് ഇവിടെ വരുന്നത്. സോ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് വോൾട്ടേജ് വി ഹാവ് ഓൾറെഡി ഗിവൺ അക്രോസ് ദ center tap. So plus minus. So in the secondary side it will be inducing as plus minus, which is opposite to the initial condition. So there will be a resulting positive voltage at the secondary side. Okay, so we'll be having a waveform, a square wave waveform like this. Initially a negative voltage, then in the second half cycle we will be having a positive, and the output voltage will be, let it be plus V and minus V. This plus V and minus V will be depending on the number of turns across the primary and secondary. So if the number of turns across the primary and secondary is to n is to 1 ആണെങ്കിൽ, n is to 1 ആണ് number of turns എങ്കിൽ നമുക്ക് ഈ output will be getting as V divided by number of turns. The V is the if the V is the voltage given to the V is the supply voltage. If V is the supply voltage, നമ്മൾ നേരത്തെ അവിടെ കാണിച്ചല്ലോ പോസിറ്റീവ് എന്നുള്ളത്. If V is the supply voltage and n is to 1 is the number of turns from primary to secondary, so we will be getting a
plus V divided by N voltage, okay, and across my in the second half cycle we'll be getting, so in the first half cycle we'll be getting minus V divided by N, that will be the output voltage, and in the second half we'll be getting a positive V divided by N, okay. So this is the peak to peak value, that is 2V divided by N will be the peak to peak value, okay. So this is and the main advantage of push pull converter is here only one switch is used at a time. അതായത് ഇപ്പം ഫുൾ ബ്രിഡ്ജ് കൺവേർട്ടറിലൊക്കെ എന്ന് പറഞ്ഞാൽ അറ്റ് എ ടൈം നമ്മൾ എത്ര സ്വിച്ചസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ട് സ്വിച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇൻ കേസ് ഓഫ് this push pull converter we are using one switch at a time. So what is the major advantage is if DC input to the converter is from a low voltage source, okay, if DC input അതിൽ നമ്മൾ നേരത്തെ ഒരു സെൻറ്റർ ടാപ്പ് ചെയ്ത് അവിടെയാണല്ലോ നമ്മൾ DC വോൾട്ടേജ് കൊടുക്കുന്നത്, അവിടെ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് is a low voltage source, ഒരു ലോ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ സ്വിച്ച് അവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും, ആ സ്വിച്ചിന് അക്രോസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുമല്ലോ. സോ ഇപ്പോൾ കുറേ സ്വിച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാവുകയും, സോ ദർ വിൽ ബി എ സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഇൻ എനർജി എഫിഷ്യൻസിയിൽ ഒരു സിഗ്നിഫിക്കൻറ്റ് റിഡക്ഷൻ ഉണ്ടാവും, ഓക്കെ. സോ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറഞ്ഞ സ്വിച്ചസ് യൂസ് ചെയ്യണം. സോ ഇൻ കേസ് ഓഫ് push pull inverter we are only using one switch at a time, at one instant of time. So because of that energy efficiency can be increased, okay. So this is all about the push pull inverter. So I hope these three half bridge inverter, full bridge inverter and push pull inverter of this single phase inverter is clear to all, okay. This is very simple, just see the circuit diagram and explain, that's all. Very simple topic. So I think no need to again study this, okay. ഇപ്പോൾ നിങ്ങൾ കേട്ട ഉടൻ തന്നെ ഇതങ്ങ് പഠിച്ചെടുക്കുക. So that will be very advantage for you.